ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. കർണാമൃതം തവ നമ മഹാത്മ്യമോ വർണ്ണിപ്പതീനാർക്കുമാവതുമല്ലല്ലോ. ചിന്മയനായ നിന്നാമ മഹിമയാൽ ബ്രഹ്മമുനിയായി ചമഞ്ഞിതു ഞാനെടോ. ദുർമതി ഞാൻ കിരാതന്മാരുമായി മുക്കുര നിർമര്യാദങ്ങൾ ചെയ്തേൻ പലതരം. ജന്മമാത്ര ദ്വിജത്വം മുന്നമുള്ളതും ബ്രഹ്മകർമ്മങ്ങളുമൊക്കെ വെടിഞ്ഞു ഞാൻ. ശൂദ്രസമാചാര തൽപരനായൊരു ശൂദ്രതരുണിയുമായി വസിച്ചേൻ ചിരം. പുത്രരെയും വളരെ ജനിപ്പിച്ചിതു നിസ്ത്രപം ചോരന്മാരോടുകൂടെ ചേർന്നു. നിത്യവും ചോരനായി വില്ലും അമ്പും ധരിച്ചത്ര ജന്തുക്കളെ കൊന്നേൻ ചതിച്ചു ഞാൻ. സപ്തമുനികൾ വരുന്നതു കണ്ടു ഞാൻ തത്ര വേഗേന ചൊന്നേൻ മുനിമാരുടെ വസ്ത്രാദികൾ പറിച്ചിടുവാൻ മൂഢനായി. മധ്യാഹ്നമാർത്താണ്ഡ തേജസ്വരൂപികൾ നിർദ്ദയം പ്രാപ്തനാം ദുഷ്ടനാം എന്നെയും വിദ്രുതം നിർജനേ ഘോരമഹാവനെ ദൃഷ്ട്വായി സസംഭ്രമം എന്നോടരുൾ ചെയ്തു. തിഷ്ഠ തിഷ്ഠ ത്വയാ കർത്തവ്യമത്ര കിം. ദുഷ്ടമതേ പരമാർത്ഥം പറകെന്നു തുഷ്ടുവായി മുനിവരന്മാരോ അരുൾ ചെയ്തപ്പോൾ നിഷ്ഠുരാത്മാവായ ഞാനും അവർകളോടിഷ്ടം മതിയം പറഞ്ഞേൻ നൃപാത്മജ. പുത്രധാരാദികളുണ്ടെനിക്കെത്രയും ശുത്രുടു പ്രപീഡിതന്മാരായിരിക്കുന്നു. വൃത്തി കഴിപ്പാൻ വഴിപോക്കരോടു ഞാൻ നിത്യം പിടിച്ചു പറിക്കുമാറാകുന്നു. നിങ്ങളോടും ഗ്രഹിച്ചിടണമേതാനും ഇങ്ങനെ ചിന്തിച്ചു വേഗേന വന്നു ഞാൻ. ചൊന്നാർ മുനിവരന്മാരോട് കേട്ടുട എന്നോട് മന്ദസ്മിതം ചെയ്തു സാദരം. എങ്കിൽ നീ ഞങ്ങൾക്ക് ചൊല്ലുന്നതു കേൾക്കണം. നിൻ കുടുംബത്തോട് ചെന്നു ചോദിക്ക നീ. നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾ നിങ്ങൾ കൂടെ പകുത്തൊട്ടു വാങ്ങിയിടുമോ എന്നു നീ ചെന്ന് ചോദിച്ചു വരുവോളം നിന്നിടുമത്രൈവ ഞങ്ങൾ നിസ്സംശയം. പറയാൻ പോന്നെ രത്നാകരൻ വാൽമീകിയായ കഥയാണ്. രത്നാകരന് ഭാര്യയും മക്കളെയും സംരക്ഷിക്കാൻ വേണ്ടി രത്നാകരൻ പേടിപ്പിച്ചും കൊള്ളയടിച്ചുമായിരുന്നു ജീവിച്ചിരുന്നത്. ഒരു ദിവസം അയിലക്കൂടി മഹർഷിമാർ നടന്നു പോയിരുന്നു. അപ്പോൾ അവരെ കൊള്ളയടിക്കാൻ ശ്രമിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, നമ്മളെ കയ്യിൽ ഒന്നുമില്ല, ഇങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്. ആർക്ക് വേണ്ടിയാണോ ഇത് ചെയ്യുന്നത്? അവർ ഇതിൻ്റെ പാപം അനുഭവിക്കാൻ വരുമോ? രത്നാകരൻ മഹർഷിമാർ ചോദിച്ചു. രത്നാകരൻ വീട്ടിൽ പോയി ഇതിൻ്റെ പാപം അനുഭവിക്കാൻ വരുമോ എന്ന് ഭാര്യ മക്കളോട് ചോദിച്ചു. അവർ പറഞ്ഞു ഇല്ല. അങ്ങനെ മഹർഷിമാരുടെ അടുത്ത് പോയി ചോദിച്ചു, ഇനി ഞാൻ എന്ത് ചെയ്യും? അവരെൻ്റെ പാപം അനുഭവിക്കാൻ വരില്ല. രാമനാമം ജപിച്ചുകൊണ്ട് തപസ്സരിക്കാൻ മഹർഷിമാർ പറഞ്ഞു. മര എന്നുള്ള വീതിയിൽ ചെല്ലിയാൽ മതി. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. ഞാനും അത് കേട്ടു ജാത നിർവേദനായി മാനസേ ചിന്തിച്ചൊരാധാരം. താപസന്മാർ നിന്നരുളുന്ന ദിക്കിനോ താപേന ചെന്നു നമസ്കരിച്ചിടിനേൻ. നിത്യതബോധന സംഗമ ഹേതുന ശുദ്ധമായി വന്നിതന്നന്തക്കരണവും തൃപ്വാദനുശ്ചരാദ്യങ്ങളും ദൂരെ ഞാൻ ഭക്തിയായി നമസ്കരിച്ചേൻ പദസന്നിധവും. ദുർഗതി സാഗരെ മഗ്നനായി വീഴുവാൻ നിർഗമിച്ചിടുമെന്നെ കരുണാത്മന. രക്ഷിച്ചുകൊള്ളേണമേ ശരണാഗത രക്ഷണം ദൂഷണമല്ലോ മഹാത്മനാം. സ്പഷ്ടമിത്യുക്ത്യ പതിതം പദാന്തികെ ദൃഷ്ട്വായി മുനിവരന്മാരുമരുൾ ചെയ്തു. ഉത്തിഷ്ഠ ഭദ്രമുത്തിഷ്ഠതേ സന്തതം സ്വസ്ഥസ്തു ചിത്തശുദ്ധി സദൈ വാസ്തുതേ. സദ്യഫലം വരും സജ്ജന സംഗമ ദിവ്യജന്നാനം മഹത്വമേതാദൃശം. ഇന്നു തന്നെ തരുന്നുണ്ടൊരുപദേശം. എന്നാൽ നിനക്കതിനാലേ ഗതി വരും. അന്യോന്യമാലോകനം ചെയ്തു മാനസേ ധന്യതപോധനന്മാരും വിചാരിച്ചു. ദുർവൃത്തനേറ്റം
നാം ഇവൻ ദിവ്യജനത്താൽ ഉപേക്ഷനെന്നാകിലും രക്ഷരക്ഷേതി ശരണം ഗമിച്ചവൻ രക്ഷണീയൻ പ്രയത്നേന ദുഷ്ടോപിവ മോക്ഷോപദേശേന രക്ഷിക്കണം സാക്ഷാൽ പരബ്രഹ്മമോദപ്രധാനേന നിത്യമുക്തിയായി രാമനാമവർണ്ണദ്വയം വ്യത്യസ്തവർണ്ണരൂപേണ ചൊല്ലിത്തന്നാർ നിത്യമരത്വേവം ജപിക്ക നീ ചിത്തമേകാഗ്രമാക്കിക്കൊണ്ട നാരദം ഞങ്ങളിങ്ങോട്ട് വരുവോളം പുനരിങ്ങനെ തന്നെ ജപിച്ചിരുന്നീടു നീ ഇത്തമനുഗ്രഹം ദത്വാ മുനീന്ദ്രന്മാർ സത്വരം ദിവ്യപദാഗമിച്ചീടിനാർ നത്വ മരേതി ജപിച്ചിരുന്നേനഹം ഭക്തിയായി സഹസ്രയുഗം കഴിവോളവും മുറ്റുകൊണ്ടെന്നുടൽ മുടിച്ചമഞ്ഞിതു മുറ്റും മറഞ്ഞു ചമഞ്ഞിതു ബാഹ്യവും താവസേന്ദ്രന്മാരെ ഉള്ളള്ളും നാർ ഗോപതിമാരുദയം ചെയ്തതുപോലെ നിഷ്ക്രമിച്ചിടുന്നു ചെന്നതു കേട്ടു ഞാൻ നിർഗമിച്ചിടിനേൻ ആശുനാഭൂതരല. അങ്ങനെ രത്നാകരൻ തപസ്സിരുന്നു. മഹർഷിമാർ പോയി. കൊല്ലങ്ങൾക്ക് ശേഷം മഹർഷിമാർ വന്നു നോക്കിയപ്പോൾ പുറ്റിൻ്റെ ഉള്ളിൽ നിന്ന് രാമനാമം മാത്രമേ കേൾക്കുന്നുള്ളൂ. സംസ്കൃതത്തിൽ പുറ്റിൻ വാൽമീകം എന്നാണ് പേര്. പുറ്റിൽ നിന്ന് പുറത്തു വന്ന രത്നാകരനെ വാൽമീകി എന്ന് പേര് വിളിച്ചു അറിയപ്പെട്ടു. വാൽമീകിയാവും മുനിശ്രേഷ്ഠൻ ഭവാൻ ബഹു രാമനായ വേദിയായി ബ്രഹ്മജ്ഞനാക നീ എന്നരുൾ ചെയ്ത എന്നുള്ളിൽ മുനികളും വന്നു തുടങ്ങി. ഞാൻ ഇങ്ങനെ വന്നതും രാമനാമത്തിൻ പ്രഭാവം നിമിത്തമായി രാമ ഞാനിങ്ങനെയായി ചമഞ്ഞിടിനേൻ. ഇന്നു സീതാ സുമിത്രാത്മജന്മാരോടും നിന്നെ മുതാ കാൺമതിന്നവകാശവും. വയനാട്ടിലെ കാടുകൾക്കിടയിൽ ദൈവികത നിറഞ്ഞൊരു സ്ഥലമാണ് വാത്മീകി ആശ്രമം. രാമനാൽ ഉപേക്ഷിക്കപ്പെട്ട സീതാദേവി മക്കളായ ലവനും കുശനും സഹിതം ഇവിടെയായിരുന്നു താമസം. മഹർഷി വാത്മീകി ഇവിടെ തപസ്സിലായിരുന്നതും രാമായണ കഥ ഇവിടെ രൂപപ്പെട്ടതും എന്നുമാണ് വിശ്വാസം. ഈ പുണ്യസ്ഥലം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ പുൽപ്പള്ളിക്കടുത്താണ്.